പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MA മലയാളം 3ാം സെമസ്റ്ററിലെ ഫോക്ലോർ എന്ന പേപ്പറിലെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യ ചോദ്യങ്ങൾ അരപ്പുറത്തിൽ ഉത്തരമെഴുതേണ്ട ചോദ്യങ്ങളാണ്. കൂട്ടായ്മയുടെ സ്വന്തമായി മാറാൻ ഫോക്ലോറിന് കഴിയുന്നതെങ്ങനെ? ഒരു സമൂഹത്തിൻ്റെ സംസ്കാരവും വിശ്വാസങ്ങളും ജീവിത രീതികളും തലമുറകളിലൂടെ പകർന്നു നൽകുന്ന സാംസ്കാരിക രൂപങ്ങളാണ് ഫോക്ലോർ എന്ന് വിളിക്കുന്നത്. ഒരു സമൂഹത്തിൻ്റെ സംസ്കാരവും വിശ്വാസങ്ങളും ജീവിത രീതികളും തലമുറകളിലൂടെ പകർന്നു നൽകുന്ന സാംസ്കാരിക രൂപങ്ങളാണ് ഫോക്ലോർ. പാട്ടുകൾ, കഥകൾ, പഴഞ്ചൊല്ലുകൾ, ആചാരങ്ങൾ, കലാരൂപങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഒരു വ്യക്തിയുടെ മാത്രം സൃഷ്ടിയല്ല, മറിച്ച് ഒരു സമൂഹത്തിൻ്റെ കൂട്ടായ അനുഭവങ്ങളിൽ നിന്നാണ് ഇത് രൂപപ്പെടുന്നത്. ഇത് ഒരു വ്യക്തിയുടെ മാത്രം സൃഷ്ടിയല്ല, മറിച്ച് ഒരു സമൂഹത്തിൻ്റെ കൂട്ടായ അനുഭവങ്ങളിൽ നിന്നാണ് രൂപപ്പെടുന്നത്. അതിനാലാണ് ഫോക്ലോർ ഒരു കൂട്ടായ്മയുടെ സന്തതിയായി അല്ലെങ്കിൽ സ്വന്തമായി മാറുന്നത്. ഫോക്ലോർ ആദ്യം ഒരാളുടെ സൃഷ്ടിയായിരിക്കാം, പക്ഷേ അത് ജനങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുമ്പോൾ പലരും അതിൽ മാറ്റങ്ങൾ വരുത്തുകയും പുതിയ അർത്ഥങ്ങൾ ചേർക്കുകയും ചെയ്യും. ഇതിലൂടെ അത് വ്യക്തിയുടെ സൃഷ്ടി എന്ന നിലയിൽ നിന്ന് ജനങ്ങളുടെ പൊതുസമ്പത്തായി മാറുന്നു. വായ്മൊഴിയിലൂടെ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകർന്നു കിട്ടുന്നതും ഫോക്ലോറിനെ കൂട്ടായ്മയുടെ സ്വന്തമാക്കുന്നു. കൂടാതെ ഫോക്ലോർ സമൂഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളും വിശ്വാസങ്ങളും പ്രതിഫലിപ്പിക്കുന്നു. ഒരു പ്രദേശത്തിൻ്റെ സംസ്കാരവും പാരമ്പര്യവും അതിലൂടെ വ്യക്തമാകുന്നു. ഉദാഹരണത്തിന് നാടൻ പാട്ടുകൾ, നാട്ടുകഥകൾ, ആചാരങ്ങൾ എന്നിവ ആ സമൂഹത്തിൻ്റെ ജീവിത രീതിയും മൂല്യങ്ങളും പ്രകടമാക്കുന്നുണ്ട്. അതുകൊണ്ട് സമൂഹത്തിലെ ഓരോരുത്തരും അതിനെ സ്വന്തം സംസ്കാരത്തിൻ്റെ ഭാഗമായി കാണുന്നു. തലമുറകളിലൂടെ പകരുന്ന ഈ പാരമ്പര്യവും സമൂഹത്തിൻ്റെ ഐക്യവും സാംസ്കാരിക അടയാളവും നിലനിർത്തുന്നതിൽ ഫോക്ലോർ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫോക്ലോർ ഒരു കൂട്ടായ്മയുടെ സ്വന്തം സമ്പത്തായി മാറാൻ കഴിയും. രണ്ടാമത്തെ ചോദ്യം, രംഗാവതരണ സിദ്ധാന്തം എന്നാൽ എന്ത്? മനുഷ്യൻ്റെ സാമൂഹിക ജീവിതത്തിൽ അനുഷ്ഠാനങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. അത്തരത്തിലുള്ള അനുഷ്ഠാന കർമ്മങ്ങളുടെ ഉള്ളിലെ പ്രക്രിയ എന്താണെന്ന് വിലയിരുത്തപ്പെടുന്ന സിദ്ധാന്തമാണ് രംഗാവതരണ സിദ്ധാന്തം. 1907 അർണോൾഡ് വാൻചെനപ്പ് ദ റൈറ്റ്സ് ഓഫ് പാസേജ് എന്ന ഗ്രന്ഥത്തിലൂടെ ഇത് അവതരിപ്പിക്കുന്നു. അനുഷ്ഠാനങ്ങളുടെ പൂർണ്ണമായ തലവും അതിലെ സാമൂഹികമായ തലവും മനസ്സിലാക്കാൻ അദ്ദേഹം 3 ഘട്ടങ്ങളിലൂടെ ശ്രമിച്ചു. അനുഷ്ഠാനങ്ങളുടെ പൂർണ്ണമായ തലവും അതിലെ സാമൂഹികമായ തലവും മനസ്സിലാക്കുന്നതിനായി അദ്ദേഹം 3 ഘട്ടങ്ങളിലൂടെയാണ് ശ്രമിച്ചത്. വ്രതാനുഷ്ഠാനം, പരിവർത്തനം, പുനഃസംയോജനം എന്നിവയിലൂടെ അത് സാധ്യമാക്കി. ആ 3 ഘട്ടങ്ങൾ വ്രതാനുഷ്ഠാനം, പരിവർത്തനം, പുനഃസംയോജനം എന്നിവയാണ്. ശവസംസ്കാര ചടങ്ങുകൾ, പ്രാചീന വിവാഹ ചടങ്ങുകൾ, ഉപനയന ചടങ്ങുകൾ എന്നിവയാണ് അദ്ദേഹം പഠന വിധേയമാക്കിയത്. എന്നിരുന്നാലും എല്ലാ പ്രാചീന അനുഷ്ഠാനങ്ങളിലും ആഘോഷങ്ങളിലും മേൽപ്പറഞ്ഞ 3 ഘടകങ്ങളും ഉണ്ടായിരിക്കും. രംഗാവതരണത്തിലോ അനുഷ്ഠാനത്തിലോ പങ്കെടുക്കുന്ന വ്യക്തിയുടെ മുന്നൊരുക്കങ്ങൾ സാധാരണ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കൽ എന്നിവയൊക്കെ വ്രതാനുഷ്ഠാനത്തിൽ ഉൾപ്പെടുന്നു. അനുഷ്ഠാനത്തിൽ പങ്കെടുക്കുന്ന വേളയിൽ ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ തലമാണ് പരിവർത്തനം. അനുഷ്ഠാനത്തിൽ പങ്കെടുക്കുന്ന വേളയിൽ ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ തലം ഇതാണ് പരിവർത്തനം. അനുഷ്ഠാന ശേഷം സാധാരണ ജീവിതത്തിലേക്കുള്ള മടങ്ങിപ്പോക്കാണ് പുനഃസംയോജനം. അനുഷ്ഠാനത്തിന് ശേഷം സാധാരണ ജീവിതത്തിലേക്കുള്ള തിരികെ പോക്ക്. വാൻചെനപ്പിൻ്റെ അഭിപ്രായത്തിൽ പാട്ട് മുതലായിട്ടുള്ള എല്ലാ നാടോടി ആവിഷ്കാരങ്ങളും രംഗാവതരണങ്ങളാണ്.
വർത്തമാനകാല ഫോക്ലോർ പഠനത്തിലെ അതിപ്രധാനമായ ഒരു സങ്കല്പനമാണ് രംഗാവതരണ സിദ്ധാന്തം. മൂന്നാമത്തെ ചോദ്യം, തദ്ദേശ സംസ്കാര സംരക്ഷണത്തിന് ഫോക്ലോർ സഹായകമാകുന്നതെങ്ങനെ? ഒരു പ്രദേശത്തിൻ്റെ പാരമ്പര്യങ്ങളും വിശ്വാസങ്ങളും ജീവിത രീതിയും ഉൾക്കൊള്ളുന്ന സാംസ്കാരിക രൂപങ്ങളാണ് ഫോക്ലോർ. നാടൻ പാട്ടുകൾ, നാട്ടുകഥകൾ, പഴഞ്ചൊല്ലുകൾ, ആചാരങ്ങൾ, കലാരൂപങ്ങൾ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. നാടൻ പാട്ടുകൾ നാട്ടിലെ കഥകളും പഴഞ്ചൊല്ലുകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കലാരൂപങ്ങളുമെല്ലാം ഇതിൽ ഉൾപ്പെടുന്നവയാണ്. ഇവ സമൂഹത്തിൻ്റെ അനുഭവങ്ങളെയും മൂല്യങ്ങളെയുമാണ് പ്രതിഫലിപ്പിക്കുന്നത്. തദ്ദേശ സംസ്കാരത്തിൻ്റെ സംരക്ഷണത്തിലും വളർച്ചയിലും ഫോക്ലോർ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഫോക്ലോർ മുഖേന ഒരു പ്രദേശത്തിൻ്റെ പാരമ്പര്യങ്ങളും ആചാരങ്ങളും തലമുറകളിലൂടെ കൈമാറ്റപ്പെടുന്നു. വായ്മൊഴിയിലൂടെ പകരുന്ന നാടൻ കഥകളും പാട്ടുകളും ആ സമൂഹത്തിൻ്റെ ചരിത്രവും ജീവിതാനുഭവങ്ങളും പുതുതലമുറക്ക് പരിചയപ്പെടുന്നു. വായ്മൊഴിയിലൂടെ പകരുന്ന നാടൻ കഥകൾ, പാട്ടുകൾ ഇതൊക്കെ ആ സമൂഹത്തിൻ്റെ ചരിത്രവും ജീവിതാനുഭവങ്ങളുമാണ് പുതുതലമുറക്ക് പരിചയപ്പെടുത്തുന്നത്. ഇതിലൂടെ തദ്ദേശ സംസ്കാരം നിലനിൽക്കുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. കൂടാതെ ഫോക്ലോർ പ്രാദേശിക ഭാഷയും ശൈലികളും നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്. പ്രാദേശിക ഭാഷയും ശൈലികളും നിലനിർത്താൻ സഹായിക്കുന്നു. നാടൻ പാട്ടുകളിലും പഴഞ്ചൊല്ലുകളിലും ഉപയോഗിക്കുന്ന ഭാഷ ആ പ്രദേശത്തിൻ്റെ സ്വഭാവം വ്യക്തമാക്കുന്നവയാണ്. ഇതിലൂടെ ആ പ്രദേശത്തിൻ്റെ സാംസ്കാരികമായിട്ടുള്ള മുഖം ശക്തിപ്പെടുന്നു. അതുകൊണ്ട് ഫോക്ലോർ സമൂഹത്തിൻ്റെ പാരമ്പര്യവും മൂല്യങ്ങളും സംരക്ഷിക്കുകയും തലമുറകളിലേക്ക് പകരുകയും ചെയ്യുന്ന ശക്തമായ ഒരു മാർഗമാണ്. ഈ നിലയിൽ ഫോക്ലോർ തദ്ദേശ സംസ്കരണത്തിനും സംസ്കാര സംരക്ഷണത്തിനും ഏറെ സഹായകരമാണ്. ഏതെങ്കിലും ഒരു ദേശത്തിൻ്റെയും ആ ജനതയുടെയും സാംസ്കാരിക ജീവിതത്തിൻ്റെ അടയാളമാണ് ഫോക്ലോറിൽ കാണുന്നത്. ആ നിലയിൽ അത് സാംസ്കാരിക ചരിത്രം കൂടിയാണ്. പ്രധാനമായും ജനസാമാന്യത്തിൻ്റെ ജീവിതമാണ് ഫോക്ലോറിൽ കാണുന്നത്. ചരിത്രാത്മകമായ അംശവും വിജ്ഞാന പാരമ്പര്യവും ഉൾച്ചേരുന്നതോടൊപ്പം തന്നെ ആ ദേശത്തിൻ്റെ അധ്വാന വർഗത്തിൻ്റെ ജീവിതവും അതിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ സാധാരണക്കാരൻ്റെ ജീവിത സംസ്കാരം തിരിച്ചറിയുന്നതും ഇതിൻ്റെ അന്വേഷണത്തിൽ പ്രാധാന്യമുള്ളതാണ്. ചോദ്യം, മറയ്ക്കലിൻ്റെയും കഥയാണ് ആധുനികതയുടെ ജ്ഞാനചരിത്രമെന്ന് ഇ പി രാജഗോപാലൻ പറയാനുള്ള കാരണമെന്ത്? ഇ പി രാജഗോപാലൻ്റെ നാട്ടറിവും വിമോചനവും എന്ന ലേഖനത്തിലേതാണ് ചോദ്യഭാഗം. കാലാകാലങ്ങളായി നിലനിന്ന വിശ്വാസ പാരമ്പര്യങ്ങളെ നവീകരിക്കാനും പരിരക്ഷിക്കാനുമുള്ള ശ്രമങ്ങൾ ഫോക്ലോറിസത്തിന് വഴിവെച്ചു. പുറമേ നിന്നുള്ള അറിവുകൾ നമ്മുടെ തനതായ നാട്ടറിവുകളെ കീഴ്പ്പെടുത്തിയപ്പോൾ കൊളോണിയൽ കാലഘട്ടത്തിന് മുമ്പ് അത്തരമൊരു ജീവിതം ഇവിടെ ഉണ്ടായിരുന്നുവോ എന്ന സംശയം ജനിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. നവോത്ഥാന പ്രവർത്തനത്തിൻ്റെ ഭാഗമായുണ്ടായ മതേതരത്വം, ജനാധിപത്യബോധം, വർഗബോധം തുടങ്ങിയ പുരോഗമനപരമായ ആശയങ്ങളുടെ വിധാതാക്കൾ നമ്മുടെ സമഗ്ര ജീവിതത്തോടുള്ള സ്വാഭാവിക പ്രതികരണത്തിൻ്റെ ഭാഗമായി നാട്ടറിവുകളിൽ ശ്രദ്ധ പുലർത്തിയില്ല. ആഗോളവൽക്കരണം എല്ലാറ്റിനെയും കച്ചവട മനോഭാവത്തോടെ സമീപിക്കുന്നു. അതുമൂലം മൗലികമായ ജീവിത അനുഭവങ്ങളിലൂടെ കൈവന്ന ഭാഗമായ അറിവുകൾ വൈദേശിക പ്രഭാവത്തിന് മുന്നിൽ നിഷ്കാസിതമായി. തൽഫലമായി ആത്മവിശ്വാസമില്ലാത്ത അറിവുടമകളായി ജനത മാറി. പ്രകൃതിയും ജന്തുജാലങ്ങളുമെല്ലാം ചേർന്ന് രൂപപ്പെടുന്ന അവയെ പരിഷ്കാരികളാക്കാനുള്ള ശ്രമത്തിൽ മനുഷ്യർ നമ്മുടെ പൂർവികമായുള്ളതെല്ലാം മറന്നു പ്രവർത്തിച്ചു. കോളനിവൽക്കരണത്തിൻ്റെ വക്താക്കളാകട്ടെ നമ്മെ ഭരിക്കാനുള്ള ബുദ്ധിപരമായ നീക്കമെന്ന നിലയിൽ നമ്മുടെ തന്നെ നാട്ടറിവുകളെ പഠിക്കാനാണ് ആദ്യം ശ്രമിച്ചത്. നാട്ടറിവുകളെ സംബന്ധിച്ച പഠനങ്ങൾ നടത്താൻ നാം ആദ്യകാലങ്ങളിൽ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതും സാമൂഹ്യ പ്രസക്തമായ പല കാര്യങ്ങളിലും ശ്രദ്ധാലുക്കളാവാൻ നാട്ടറിവിനെ ബോധപൂർവം മറന്നു എന്നുള്ളതും വസ്തുതയാണ്.
നമ്മുടെ വികസന പദ്ധതികളിൽ കാലത്തിനിണങ്ങും വിധം നാട്ടറിവുകളെ ഉപയോഗിക്കേണ്ടതാണ്. ഒരു ജനതയ്ക്ക് ആത്മവിശ്വാസം പകരുന്നവയാണ് അവരുടെ കൂട്ടമായിട്ടുള്ള അറിവുകൾ. ഭാഷയെയും സംസ്കാരത്തെയും മറന്നുപോകുന്ന ജനതയ്ക്ക് അക്കാദമിക് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി നഷ്ടപ്പെട്ടു പോകുന്ന ഇത്തരം അറിവുകളെ വളർത്തിയെടുക്കാനാകും. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യമാണ്. ഓണത്തെക്കുറിച്ചുള്ള 5 നാടൻ ചൊല്ലുകൾ എഴുതുക. അത്തം 10-ന് പൊന്നോണം. അത്തം വെളുത്താൽ ഓണം കറുക്കും. അത്തം 10 ഒന്നുകൂടി പറയാം. അത്തം 10-ന് പൊന്നോണം. അത്തം വെളുത്താൽ ഓണം കറുക്കും. അത്തം 10 ഓണം പോലെയാണോ തിരുവാതിര? ഓണം മുഴക്കോലു പോലെ. ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി. ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി. ഓണത്തപ്പ കുടവയറ. എന്നു തീരും തിരുവോണം. ഓണത്തിനിടക്ക് പൂട്ടുകച്ചവടം. ആറാമത്തെ ചോദ്യം, വ്യാപന സിദ്ധാന്തം എന്നാൽ എന്ത്? നരവംശ ശാസ്ത്രജ്ഞർ രൂപപ്പെടുത്തിയ സിദ്ധാന്തമാണ് വ്യാപന സിദ്ധാന്തം. ദേശാന്തര ഗമന സിദ്ധാന്തം എന്നൊരു പേര് കൂടി ഇതിനുണ്ട്. സംസ്കാരങ്ങളുടെ ദേശാന്തര ഗമനത്തിനും വ്യാപനത്തിനുമാണിതിൽ പ്രാധാന്യം. ഫോക്ലോർ ജന്മം കൊണ്ടതു മുതൽ വർത്തമാനകാലം വരെയുള്ള അതിന് സഞ്ചാര വഴികൾ കണ്ടെത്തുന്നതിനാണ് പ്രാമുഖ്യം നൽകിയിട്ടുള്ളത്. ഒരു ഭൂമികയിൽ നിന്ന് മറ്റൊരു ഭൂമികയിലേക്കുള്ള സംസ്കാര വ്യാപനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണിത്. ഒരു ഭൂമികയിൽ നിന്ന് മറ്റൊരു ഭൂമികയിലേക്കുള്ള സംസ്കാര വ്യാപനത്തെ അടിസ്ഥാനമാക്കിയുള്ളത്. സംസ്കാരങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് രൂപം കൊള്ളുന്നതാണെന്ന വിശ്വാസത്താൽ ഇത് ഏക സ്ഥലോത്ഭവ സിദ്ധാന്തം എന്നും അറിയപ്പെടുന്നു. സംസ്കാരങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് രൂപം കൊള്ളുന്നതാണെന്ന വിശ്വാസത്താലാണ് ഇതിനെ ഏക സ്ഥലോത്ഭവ സിദ്ധാന്തം എന്ന് വിളിക്കുന്നത്. സംസ്കാരങ്ങളുടെ പ്രഭാവം ഏക സംസ്കാരമാണെന്നതാണ് ഈ സിദ്ധാന്തത്തിൻ്റെ അടിത്തറ. ഗോത്രവർഗ ജനത സഞ്ചാരത്തിലൂടെ ജീവിതം പടുത്തുയർത്തതിനാലാണ് സംസ്കാര വ്യാപനം സംഭവിച്ചത്. തിയോഡർ ബെൻഫെ എന്ന ജർമ്മൻ പണ്ഡിതൻ ഒരു സ്ഥലത്തുണ്ടായ കഥകൾ അനുയോജ്യമായ വിധം വളർന്ന് ലോകമെമ്പാടും വ്യാപിച്ചുവെന്ന് സിദ്ധാന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് ബൻഫെ തിയറി എന്നൊരു പേരും ഉണ്ട്. ദേശാന്തര ഗമനം സാഹിത്യത്തിലൂടെയാണ് ഒന്നാമതായി സംക്രമിക്കുന്നതെന്ന് അദ്ദേഹം വിശ്വസിച്ചു. പഞ്ചതന്ത്രം കഥകൾ ജർമ്മൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ബെൻഫെ യൂറോപ്യൻ കഥകളുടെയും മറ്റും സർഗാത്മകതയുടെയും ഉറവിടം ഇന്ത്യയാണ് എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ജനതയുടെ ദേശാന്തര ഗമനത്തിലൂടെയാണ് സാദൃശ്യമുള്ള കഥകൾ ലോകമെമ്പാടും വ്യാപിച്ചത്. സാമീപ്യവും സമ്പർക്കവുമാണ് ഇത്തരം സംക്രമണത്തിന് കാരണം. വ്യക്തികളുടെ ദേശാന്തര ഗമനത്താലും സംക്രമണം നടക്കാറുണ്ട്. ക്രോഹനാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. വാമൊഴി ആഖ്യാനങ്ങളുടെ വ്യാപനം ഒരു ഗോത്രത്തിൽ നിന്ന് മറ്റൊരു ഗോത്രത്തിലേക്ക് സംക്രമിക്കുന്നത് സാംസ്കാരിക ബന്ധങ്ങൾ വഴിയാണ്. ഫിൻലൻഡിലെ കലേവാല ഇതിഹാസ പഠനത്തിന് ഇത്തരത്തിലുള്ള വ്യാപന സിദ്ധാന്തം ഏറെ സഹായകമായിട്ടുണ്ട്. പഞ്ചതന്ത്ര കഥകളും ദേശാടന കഥകളും ഒരു ദേശത്ത് നിന്ന് മറ്റു ദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നുണ്ടെങ്കിലും ഓരോ ദേശത്തിൻ്റെയും കഥയുടെ തനിമയെ അത് ഇല്ലാതാക്കുന്നില്ല. എന്നാൽ പുതിയതായി എത്തപ്പെട്ട ദേശത്തിൻ്റെ സവിശേഷതകൾ സ്വാംശീകരിക്കുകയും ചെയ്യും. നിലവിലുള്ള പാരമ്പര്യവും സാംസ്കാരിക ശക്തിവിശേഷവും അതിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. വ്യാപന സിദ്ധാന്തം നാടോടി വിജ്ഞാന പഠനത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒന്നാണ്. ഫോക്ലോർ പഠനത്തിൽ ചോദ്യാവലിക്കുള്ള പ്രാധാന്യം എന്ത്? വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ഒരു കൂട്ടം വ്യക്തികളിൽ നിന്നും ഉത്തരം അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനുള്ള മാർഗമാണ് ചോദ്യാവലി. വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ഒരു കൂട്ടം വ്യക്തികളിൽ നിന്നും ഉത്തരം അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്ന മാർഗമാണ് ചോദ്യാവലി എന്നത്. ഇത്തരം ചോദ്യങ്ങളിൽ ഉത്തരം നൽകുന്ന വ്യക്തിക്ക് വിശദീകരിക്കാനുള്ളതോ അതെ അല്ല എന്നീ 2 വിഭാഗത്തിലുള്ള ചോദ്യങ്ങളാണ് അഭിമുഖീകരിക്കാറുള്ളത്. ചോദ്യങ്ങൾ ആവേദകന് കൃത്യമായി മനസ്സിലാകുന്നതും അവ ഉൾക്കൊള്ളാൻ ആകുന്നതും ആയിരിക്കണം. ഉത്തരങ്ങൾ ലഭിക്കാൻ ബുദ്ധിമുട്ട് വരുന്ന ചോദ്യങ്ങൾക്ക് ഉപചോദ്യങ്ങളിലൂടെ ഉത്തരം തേടാവുന്നതാണ്. കുറഞ്ഞ സമയം കൊണ്ട്
ധാരാളം വിവരങ്ങൾ ശേഖരിക്കാനുള്ള സാമർഥ്യം ചോദ്യകർത്താവിന് ഉണ്ടായിരിക്കണം. കൂടാതെ സംയമനത്തോടും ക്ഷമയോടും കൂടെ ഉത്തരങ്ങൾ തേടാൻ ആവേദകന് സാധിക്കണം. പ്രമാണ സമൂഹത്തിലെ ഒന്നോ അതിലധികമോ ആളുകളിൽ നിന്ന് ചില വിഷയങ്ങളിൽ ഉപയോഗപ്രദമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി തയ്യാറാക്കുന്ന ഒരു കൂട്ടം ചോദ്യങ്ങൾ അടങ്ങുന്ന ഗവേഷണ ഉപകരണമാണ് ചോദ്യാവലി അല്ലെങ്കിൽ ക്വസ്റ്റിനെയർ. ബാഹ്യമണ്ഡല വൃത്തിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രീതിയാണിത്. ബാഹ്യമണ്ഡല വൃത്തിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ക്വസ്റ്റിനെയർ അല്ലെങ്കിൽ ചോദ്യാവലിയാണ്. സംവൃത അല്ലെങ്കിൽ ക്ലോസ് എൻഡഡും വിവൃത ഓപ്പൺ എൻഡഡുമായ ചോദ്യങ്ങൾ ഉണ്ട്. സംവൃതാന്തങ്ങളായ ചോദ്യങ്ങൾ പൂർവ്വനിശ്ചിതമായ ഉത്തരങ്ങളുള്ളവയാണ്. പ്രതികരിക്കുന്നയാൾ രണ്ടോ അതിലധികമോ ഉള്ള പട്ടികയിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കുന്നു. മുൻകൂട്ടി നിശ്ചയിച്ച പ്രതികരണം പോലെയാണിത്. അത് തന്നെ പല വിധത്തിലുമുണ്ട്. വൃത്താന്തങ്ങളായ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കുന്നയാൾ സ്വന്തം വാക്കുകളിൽ ഉത്തരം നൽകുന്നു. അതായത് ഓപ്പൺ എൻഡഡ് ചോദ്യങ്ങൾക്ക് അദ്ദേഹം കൃത്യമായ ഉത്തരം നൽകുന്നു. മുൻകൂട്ടി നിശ്ചയിച്ച ഉത്തരങ്ങളല്ല, സ്വന്തം വാക്കുകളിലാണ് അയാൾ ഉത്തരം നൽകുന്നത്. ചോദ്യാവലി നേരിട്ടോ ടെലിഫോൺ വഴിയോ ഇലക്ട്രോണിക് മെയിൽ അല്ലെങ്കിൽ ഫാക്സ് വഴിയോ മറ്റ് രീതികൾ വഴിയോ നടത്താവുന്നതാണ്. കുറഞ്ഞ സമയം കൊണ്ട് ധാരാളം വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുമെന്നതാണ് ഇതിൻ്റെ പ്രധാന ഗുണം. ഈ മാർഗത്തിൽ പക്ഷാഭേദം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഫോക്കിൻ്റെ പ്രതികരണങ്ങളെ ചരിത്രപരമായ വിവരങ്ങളുമായി താരതമ്യം ചെയ്യാനും പ്രതികരിക്കുന്നവരുടെ തിരഞ്ഞെടുപ്പുകളിലും അനുഭവങ്ങളിലുമുള്ള മാറ്റം മനസ്സിലാക്കാനും ചോദ്യാവലി രീതിയിലൂടെ കഴിയും. പ്രതികരിക്കുന്നവർക്ക് അവരുടെ അസ്തിത്വം വെളിപ്പെടുത്താത്ത ചോദ്യാവലിക്ക് ഉത്തരം നൽകാൻ കഴിയുമെന്നതാണ് മറ്റൊരു ഗുണം. എട്ടാമത്തെ ചോദ്യം, ഗദ്ദിക എന്നാൽ എന്ത്? ആദിവാസി വർഗക്കാരായ വയനാട്ടിലെ അടിയാന്മാർ അനുഷ്ഠിക്കുന്ന മന്ത്രവാദത്തിൽ അധിഷ്ഠിതമായ ചടങ്ങാണ് ഗദ്ദിക. വയനാട്ടിലെ അടിയാന്മാർ അനുഷ്ഠിക്കുന്ന മന്ത്രവാദത്തിൽ അധിഷ്ഠിതമായ ഒരു ചടങ്ങാണ് ഗദ്ദിക എന്നത്. ഗദ്ദിക എന്ന മന്ത്രവാദ കർമ്മം ഗാർഹിക അനുഷ്ഠാനത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ നാട്ടുഗദ്ദികയാകട്ടെ തങ്ങൾ ജീവിക്കുന്ന നാട്ടിലെ ഭൂതപ്രേതാദികളെ നിഷ്കാസനം ചെയ്ത് ദേശത്തിന് ഐശ്വര്യം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിലധിഷ്ഠിതമാണ്. നാട്ടുഗദ്ദിക തങ്ങൾ ജീവിക്കുന്ന നാട്ടിലെ ഭൂതപ്രേതാദികളെ നിഷ്കാസനം ചെയ്ത് ദേശത്തിന് ഐശ്വര്യം ഉണ്ടാവുക എന്ന ലക്ഷ്യത്തോടുകൂടെയാണ് ചെയ്യുന്നത്. ഗദ്ദിക എന്ന അനുഷ്ഠാനം കൊയ്ത്തിന് ശേഷമാണ് നടത്തുന്നത്. നാടിനെയും വീടിനെയും വ്യക്തികളെയുമൊക്കെ ബാധിക്കുന്ന ഭൂത പ്രേത പിശാചുകളെ അകറ്റുക എന്നതാണ് ഗദ്ദികയുടെ പിന്നിലുള്ള ലക്ഷ്യം. അതിലൂടെ രോഗദുരിതങ്ങൾ ഒഴിവായി പോകും. ഗദ്ദികയുടെ വാദ്യം തുടിയാണ്. ഗദ്ദികക്കാരൻ പ്രത്യേക വേഷഭൂഷാദികൾ അണിഞ്ഞ് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഉറഞ്ഞു തുള്ളുകയും അട്ടഹസിക്കുകയും ചെയ്യും. അടിയാന്മാർ ആവശ്യപ്പെടുന്ന പ്രശ്നങ്ങളുടെ നിവൃത്തി വരുത്തി രക്ഷ നൽകാമെന്ന് ഗദ്ദികക്കാരൻ അനുഗ്രഹിച്ച് പറയും. മലക്കാരി, കുട്ടിച്ചാത്തൻ, മാരി തുടങ്ങിയ ദേവതകളെ തൃപ്തിപ്പെടുത്തുകയും പ്രീതിപ്പെടുത്തുകയുമാണ് ഗദ്ദികയുടെ ലക്ഷ്യം. മലക്കാരി, കുട്ടിച്ചാത്തൻ, മാരി ഇങ്ങനെയുള്ള ദേവതകളെ തൃപ്തിപ്പെടുത്തുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യുന്നു. ഓരോ ദേവതയെക്കുറിച്ചുള്ള പാട്ടുകൾ പാടുന്ന വേളയിൽ അതാതു ദേവതകൾ ഉറഞ്ഞു തുള്ളും. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ.